ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി മസാല. കോമഡി മസാലയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ രണ്ട് താരങ്ങളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സുധി കൊല്ലം ആൻഡ് നെൽസൺ ശൂരനാട്. അങ്ങനെ നമ്മുടെ ഒരു ഫ്രഷ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തിനെങ്കിലും ഏറെ പിടിച്ചിരിക്കുന്നത് പറ്റില്ലല്ലോ, കാരണം അടിപൊളി എപ്പിസോഡല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അങ്ങനെ നിന്നാ മതി എന്ന് ഉദ്ദേശിച്ചു. പെട്ടെന്ന് നന്നായി കൂടെ ഏത് സമയം എന്റെ തലമണ്ടയിൽ തന്നെ വന്ന് കയറുമല്ലോ. അങ്ങനെ നിങ്ങളെ കുറവായിട്ട് കയറാൻ എളുപ്പം അതാ. അപ്പൊ തുടങ്ങല്ലേ? ഓക്കെ, കൊടുകൈ. അപ്പൊ ശരി, പൊളിക്കണം. ഇന്നൊരു തകർപ്പൻ സ്കിറ്റുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന ടീമാണ് കോമിക് റൈഡേഴ്സ്. എന്താ സാറ് താളം പിടിച്ചപ്പോ അതിന്റെ കൂടെ പിടിച്ചതാ. കൂടെ പിടിക്കാനുള്ള മട്ടന്നൂരിന്റെ പഞ്ചാരി മേളമൊന്നും അല്ലല്ലോ. ഞാനേ അടിച്ച താളം പിടിച്ചതല്ല, ഈ ഇളയിരുന്ന ആണി അടിച്ചതാ. പുതിയ കേസുള്ളതാണ് വിളി. എന്റെ അടുത്ത് പറഞ്ഞല്ലേ കഴിഞ്ഞ ആഴ്ച മേശ കൊണ്ടുവന്ന് അടിക്കാൻ. സാർ ഇപ്പം സാർ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല, ഞാൻ കൈ ഇങ്ങനെ പിടിച്ചപ്പോ താന്ന് പോയാൽ കണ്ടില്ലേ. അടുത്ത ആഴ്ച മേശ എടുക്കണം കേട്ടോ. എല്ലാം ഇപ്പൊ ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. സോറി സാർ. കേസ് കിട്ടും. പുതിയ ഉണ്ടോ? പുതിയ ഉണ്ടോ? പുതിയ കേസ് കിട്ടും വല്ലതും ഉണ്ടോ? എന്റെ ഒരു പഴയ കേസ് കിട്ടും ഉണ്ടായിരുന്നു, ഇപ്പം വിളിച്ചിട്ടെടുക്കുന്നില്ല. ഒത്തോടെയാണ് ഞാൻ മണ്ടൻ കഴിച്ചത്. ഇവിടെ കേസ് കെട്ടി ഇന്നത്തെ കേസ് വിളിക്കാൻ അങ്ങോട്ട്. 1941 ഏപ്രിൽ 18 അർദ്ധരാത്രി, ഏപ്രിൽ 19 വെളുപ്പിന് നമ്പർ 20 മദ്രാസ് മെയിലിൽ വെച്ച് നാദിയെ കൊല്ലപ്പെട്ട രാത്രിയിൽ നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി. ഈ സിനിമാക്കാരന്മാരെ പിടിച്ച് ക്ലർക്കാക്കി എങ്ങനെയായിരിക്കും? കേസ് നമ്പർ 18 ബാർ 19 ബാർ ഉള്ളൂർ ബാർ നെടുമങ്ങാട് ബാർ കാട്ടാക്കട ബാർ. നെടുമങ്ങാട് ബാറാണ് ഇപ്പം സെറ്റപ്പ് ആയത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, തമ്പാനൂർ ഒരു ബാറുണ്ട്, അവിടെ 150 രൂപ ഉള്ളു ബിയർ. അമ്പലം നമുക്ക് ബാർ കൊള്ളാം തന്നെ. പിന്നെ അവിടുത്തെ കൊള്ളാം, നമുക്ക് അവിടെ പോവാം. ചന്തയാണെന്ന് വിചാരിച്ചോ? സോറി സാർ. അവസാനം എന്താ പറഞ്ഞേ? അല്ല, നമ്മളെ അമ്പലം നമുക്ക് ബാർ കുഴപ്പമില്ല, ബിയർ. അവിടെ ലിക്കർ ഇല്ല, ബീറും പൈനും മാത്രമേ ഉള്ളൂ. ആണ്. വെറുതെ കാശ് കളയും. പറഞ്ഞിട്ടുള്ളൂ. കേസ് വായിക്കണോ? വിളിയോ 2000 ആണ്ട് വിവാഹം നടന്ന് ഇപ്പോൾ വിവാഹമോചനത്തിന് വിചാരണ നടക്കുന്ന ഒന്നാം കക്ഷി ഹാജരുണ്ടോ? അയ്യോ, ജീവിച്ചു മതിയായി, എനിക്ക് മരിക്കണം. എന്താ പേര്? സരസു. മുഴുവൻ പേര്? റോഡുള്ള സരസു. സ്ഥലം എവിടെയാണ്? നെയ്യാറ്റിൻകര. വീട് എവിടെയാണ്? കുത്തറക്കത്ത്. അതെ, നെയ്യാറ്റിൻകര ജംഗ്ഷനിൽ നിന്ന് കുത്തറക്ക അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോ വലത് കൈ പുറത്ത് ചുമന്ന പെയിന്റ് അടിച്ച വീട്. 2 പട്ടിയുള്ള. രണ്ടുപേർക്കും അറിയാല്ലേ? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എനിക്ക് എന്റെ ഭർത്താവിന്റെ കൂടെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നിങ്ങൾക്ക് ഞാൻ കീരിയും പാമ്പും അല്ലേ, കീരിയും പാമ്പും. എത്ര മക്കളുണ്ട്? 3. അല്ല മെലോട്ട്, 3 മക്കളുണ്ട്. മുഖത്തോടെ നോക്കിയ കീരിയും പാമ്പും. ഇതിനൊക്കെ ഈ കീരിയും പാമ്പിന് എപ്പോ സമയം കിട്ടുന്നോ? ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് എന്റെ ഭർത്താവിനോട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്താ കാര്യം? ഡെയിലി വെള്ളം അടിച്ച് വീട്ടിൽ നിന്ന് എപ്പോഴും എന്നെ ഊത്രയിക്കും. എങ്ങനെ? ഊത്രയ്ക്ക് എപ്പോഴും ഊത്രയിക്കും. പറയില്ല മെലോട്ട്, ഉപദ്രവിക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. ആണോ? പറഞ്ഞു നന്നായി. ഞാൻ മറ്റേത് എങ്ങനെ എഴുതും എന്നോർത്ത് വിഷമിക്കും. കഴിഞ്ഞിട്ടുള്ള ദ്രവിക്കും. അതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് ഈ മനുഷ്യന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യും, എന്തായാലും ബഹുമാനപ്പെട്ട കോടതി, നമുക്ക് ഒരു കക്ഷിയുടെ മാത്രം വാദം കേട്ടാ പോരല്ലോ. നമുക്ക് ഭർത്താവെന്ന രണ്ടാം കക്ഷിയെ വിളിക്കാം. വിളിക്കണം, കാര്യം മനസ്സിലാക്കണം, നിങ്ങളെല്ലാരും അറിയണം. 2000 ആണ്ട് കക്ഷി ഹാജരുണ്ടോ? ഹാജരുണ്ട്. എന്തായാലും വാദം തുടങ്ങാം. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യമേ ഞാൻ പറയുള്ളൂ. അങ്ങനെ പറയണം. കോടതിയാണ്. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കത്തുള്ളൂ. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യം മാത്രമേ പറയാവൂ. അങ്ങനെ പറയണം. സുധാകരൻ 150, രാധാകൃഷ്ണൻ 400 രൂപ പറ്റുബുക്ക. കോടതി മുൻപാകെ സത്യം മാത്രം ബോധിപ്പിക്കുകയുള്ളതെന്ന് നിങ്ങൾ പറയണം. ഇതിൽ തൊട്ട് പറയണം. കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ പറയൂ. പിന്നെ മറ്റേ കാര്യം പറയല്ലേ, പറ്റുബുക്കിന്റെ. എന്താ പേര്?
ജലധരൻ. നിങ്ങൾ മുഴുവൻ മദ്യപാനിയാണെന്നാണല്ലോ നിങ്ങളുടെ ഭാര്യ പറയുന്നത്. ആര് പറഞ്ഞത്? നിങ്ങളുടെ ഭാര്യ പറയുന്നത് അതെ ഇല്ല. അതെ ചുമ്മാ പറയണ സാറേ. അതെ അല്ല 24 മണിക്കൂർ കൂടി പേര് തന്നെയല്ലേ ജലധരൻ എന്ന്. നിങ്ങൾ മുഴുവൻ മദ്യപാനിയാണെന്നാണ് പുള്ളി പറയുന്നത്. എന്താ പറ്റി പറയാം സാറേ ഇവിടെ നാട്ടുകാരൊക്കെ ചുമ്മാ പറയണാണ്. ആ. ഞാൻ അങ്ങനെയൊന്നും കഴിക്കാറില്ല. അഥവാ കഴിക്കുകയാണെങ്കിൽ സൺഡേ ടു സൺഡേ മാത്രമേ കഴിക്കാറുള്ളൂ. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പുള്ളി കഴിക്കുന്നെങ്കിലും സൺഡേ ടു സൺഡേ മാത്രമേ കഴിക്കുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങൾ കഴിക്കാറില്ല. കഴിക്കാറില്ല. അല്ല ഞാനൊരു കാര്യം പറയട്ടെ സാറേ, സാറ് ശ്രദ്ധിച്ച് കേൾക്കണം. കല്യാണം കഴിക്കും മുമ്പ് ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് അയ്യോ, പ്രേമിച്ചാണോ നിങ്ങൾ കല്യാണം കഴിച്ചത്? അതെ, പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. മിലോട്ട്, പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. നോട്ട് ദ പോയിന്റ്. പ്രേമിച്ച് കല്യാണം കഴിച്ചു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അല്ല എനിക്ക് വിവരം വിദ്യാഭ്യാസം ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴും ഇല്ലല്ലോ അത്. അല്ല ഈ പ്രേമിക്കുന്ന സമയത്ത് ഇയാളെന്റെ മുഖത്ത് നോക്കി കരളെ കപ്പളിത്തോടെ തേയിലപ്പൊടി കാപ്പിപ്പൊടി പഞ്ചസാര കടുപ്പത്തിലൊരു ചായ. അതല്ലെന്ന്. പ്രേമിക്കുന്ന സമയത്ത് കരളെ കപ്പളിത്തോടെ തേയിലപ്പൊടി കാപ്പിപ്പൊടി പഞ്ചസാര എന്ന് വിളിച്ചോണ്ടിരുന്ന ആള് കല്യാണം കഴിച്ച് എനിക്ക് 3 കുട്ടികളായപ്പോ എന്റെ മുഖത്ത് നോക്കി വിളിക്കണത് എന്താണെന്ന് അറിയാമോ? എന്താണ്? പോത്തേന്ന്. എന്തോന്ന്? പോത്തെന്ന്. ഇത്ര സ്ത്രീയുടെ മുഖത്ത് നോക്കി വിളിക്കുന്ന പേരാണോ പോത്തേന്ന്? എന്താ സാറേ പോത്തേന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോത്ത് നമ്മളെ വന്ന് കുത്തും. എവളെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എവള് കുത്തിയാ നമ്മുടെ ശരീരത്തിൽ എവിടെ ഏക്കാൻ? ഇത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ ഇയാളെ മനസ്സിലിപ്പോ കണ്ട സാർ ഒരു കാര്യം മനസ്സിലാക്കണം. കല്യാണം കഴിയുന്ന മുമ്പ് സാർ കണ്ടിട്ടില്ല അവൻ തോന്നുന്നു. കല്യാണം കഴിയുന്ന മുമ്പ് ഞാനേ മൈന കണക്കാണിരുന്ന മൈന കണക്കാണിരുന്നത്. എടോ, ഈ സ്ത്രീ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, താങ്കൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ സ്ത്രീ മൈന എന്ന വളരെ മനോഹരമായ പക്ഷിയെ പോലെ ആയിരുന്നു. അറിയോ? മരം കൊത്തിയ നിങ്ങളുടെ നാട്ടിൽ മൈനയെന്നാണ് വിളിക്കുന്നത്. ഇല്ല, മരക്കൊത്തി തന്നെ. ഞാനും അതേ വിളിച്ചോളൂ. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ വെച്ച് കളിയാക്കരുത്. ഉള്ള കാര്യം പറയാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അല്ല സാറേ, ഞാനൊരു കാര്യം പറയാം. സാറേ എന്നെ വന്നപ്പോ ശ്രദ്ധിച്ചായിരുന്ന എന്റെ ഈ നുണക്കുഴി കണ്ട ഒന്ന് മാറിക്കൂ, ഒന്ന് കാണിക്കൂ. ഈ എന്താ നിക്കേ നല്ല മഴ പെയ്യുന്ന സമയത്ത് വെളിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കണം. 10 ലിറ്റർ വെള്ളം കൊള്ളും അതിനകത്ത്. കുടുംബത്തിലെ പെണ്ണുങ്ങൾ കോരിക്കൊണ്ട് പൊക്കോളുമല്ലോ. ഈ നുണക്കൂടി കണ്ടിട്ടാണ് ഈ കാലമാട എന്നെ ഇഷ്ടപ്പെട്ടത്. ആണോ? ഇല്ലെന്ന് പറയാമോ? ആണോ? നുണക്കഴി കണ്ടിട്ട് തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്. സാർ ഒരു കാര്യം മനസ്സിലാക്കണം. കല്യാണത്തിന്റെ അന്ന് ആദ്യരാത്രി അന്ന് എവളെ വാ പൊളിച്ച് നോക്കിയപ്പോൾ എനിക്ക് സംഭവം മനസ്സിലായത്. നുണക്കുഴി അല്ലായിരുന്നു, എവളെ അണപ്പല്ല അടിച്ച് തെറിപ്പിച്ചെന്റെ കുഴിയായിരുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിച്ചില്ല എന്നിട്ടും. ഞാൻ സ്നേഹിച്ചു. പക്ഷെ അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കല്യാണം കഴിഞ്ഞ് ഏത് സ്ത്രീക്ക് ആഗ്രഹമില്ലാത്തത്? എന്തോ? അല്ല ഒന്ന് പുറത്തോട്ടൊക്കെ പോണോന്ന്. ഈ കാലമാട ഇന്ന് വരെ എന്നെ ഒരു ടൂറിന് പോലും കൊണ്ടുപോയിട്ടില്ല. അത് ഭർത്താവ് എന്നുള്ള തെറ്റാണ്. കാരണം വേറൊന്നുമല്ല, ഒരു കല്യാണം കഴിഞ്ഞാൽ ഭാര്യയെ വിനോദയാത്രയെ കൊണ്ടുപോകേണ്ട കാര്യം അത് നിങ്ങൾ ടൂറിന് കൊണ്ടുപോകണമായിരുന്നു. അതെ. ഇവിടെ എല്ലാം കറങ്ങി തിരിഞ്ഞിട്ട് തന്നെയാണ് എന്റെ കയ്യിൽ കിട്ടിയെന്ന് നാട്ടുകാർ പറയണത്. ഊട്ടി കൊടൈക്കനാലല്ല. മനസ്സിലായില്ല, കൂടുതൽ അനാവശ്യം പറയാതെ ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയാം. മനസ്സിലായില്ലേ? കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. ശരിയാണ് നടപടിയല്ല. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇങ്ങനെയുള്ള ആളിനെ ഞാൻ എങ്ങനെ സംശയിക്കാതിരിക്കും? പറയൂ. എങ്ങനെ സംശയിക്കാതിരിക്കും? അതെ, ഞാനും എന്റെ പിള്ളേർ ഒരു കട്ടിലാണ് കിടന്നുറങ്ങുന്നത്. ഓക്കെ. ഈ പിള്ളേർ ഉറങ്ങിക്കഴിഞ്ഞാ പിന്നെ ഇയാൾക്ക് കോളാ. അല്ല ഫോൺ കോളെന്ന്. ഫോൺ കോൾ. ഈ രാത്രി 12:30 മണിക്ക് നിങ്ങൾ ആരെയാ വിളിക്കുന്നത് പറയണം? അതൊരു ഭാര്യയുടെ ചോദ്യമാണ്. നിങ്ങൾ രാത്രി 12 മണിക്ക് ആരാണ്? സാർ ഞാൻ എന്റെ കൺട്രാക്ടറെ വിളിക്കുന്നത്. നാളെ പണിയുണ്ടാ, ഷവ്വല് കൊണ്ടുവരണോ, എത്ര കൂട്ട് കോൺക്രീറ്റ് ചെയ്യണം എന്നൊക്കെ എന്റെ കൺട്രാക്ടറെ വിളിച്ച് ചോദിക്കുന്നത്. ഈ സ്ത്രീകളുടെ മെയിൻ കുഴപ്പമാണ്. അത് ഈ ഭർത്താക്കന്മാരെ സംശയിക്കുക. 12 മണിക്ക് കൺട്രാക്ടിനെ വിളിച്ചാണ്. രാത്രി 12 മണിക്ക്. ശരി, നിങ്ങൾ കൺട്രാക്ടിനെ വിളിച്ചോളി. അതിന് നിങ്ങൾ എന്തിനാ ഈ അടക്കി പിടിച്ച് സംസാരിക്കുന്നേ? അതെ ജലധരൻ, നിങ്ങൾ രാത്രി 12:30 അടക്കെ പിടിച്ച് സംസാരിക്കുന്നത്? അല്ലല്ല, അടക്കി പിടിച്ച് സംസാരിക്കുന്നത് ചോദ്യമാണ്. പറയൂ. അത് ഞാൻ എന്റെ കൺട്രാക്ടിന്റെ അടുത്ത്, കൺട്രാക്ടേ നാളെ എത്ര മണിക്കാണ് പണി, ഞാൻ എത്ര മണിക്ക് വരട്ടെ, എത്ര മണിക്ക് വന്നാൽ എന്നെ തിരിച്ചു വിടും എന്ന് ചോദിക്കുന്നതല്ലേ ഞാൻ. അതെ, തെറ്റിപ്പോയി. അടക്കി പിടിച്ച് ശരിയാണല്ലോ. നിങ്ങൾ അങ്ങനെ അടക്കി പിടിച്ച് സംസാരിക്കുന്നത്? അല്ല, ഭാര്യയും കൊച്ചുങ്ങളെ കിടന്ന് ഉറങ്ങല്ലേ, അവരെന്തിനാണ് വെറുതെ ശല്യപ്പെടുത്തുന്നത്? വീണ്ടും നിങ്ങൾ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ഉറങ്ങട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങട്ടെ എന്ന് കരുതി കൺട്രാക്ട് എടുത്ത് പതുക്കെ സംസാരിച്ചു. എന്റെ പൊന്ന് സാറേ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു കൺട്രാക്ടിന് തിരൂരാന്ന് ഉമ്മ കൊടുക്കണ ഒരു തൊഴിലാളിയെ. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കണ്ട. കൺട്രാക്ടിനൊക്കെ ആരെങ്കിലും മുത്തം കൊടുക്കോ? എനിക്ക് എന്റെ കൺട്രാക്ടിനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ മുത്തം കൊടുക്കണത്. മുത്തം കൊടുത്താലേ ഓണത്തിന് ബോണസ് കിട്ടത്തുള്ളൂ. ഓണത്തിന്. കൺട്രാക്ടിന്റെ പേരെന്താണ്? കൺട്രാക്ടിന്റെ പേരെന്താണ്? സുശീലൻ. അല്ലാതെ സുശീലന്നല്ലല്ലോ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്റെ ഈ ശരീരം കണ്ട, മെലിഞ്ഞിരിക്കണ കണ്ട, ഈ മനുഷ്യന്റെ അടുത്ത് മനുഷ്യരെ എനിക്ക് ഇത്തിരി വണ്ണം വെക്കാൻ വേണ്ടിട്ട്, ശരീരം തടിക്കാൻ വേണ്ടിട്ട് ഇത് ലേഹ്യം മേടിച്ച് തരാൻ പറഞ്ഞിട്ട് ഈ കാലമാണ് ഇന്ന് വരെ മേടിച്ചത്. അത് ഒരു ഭർത്താവിന്റെ കടമയാണ്. ഭാര്യയെ എല്ലും തോലും വാങ്ങിയിരിക്കണമെങ്കിൽ അത് വല്ല വാങ്ങിച്ചു കൊടുത്തതുപോലെ പോഷ്ടിക്കാൻ. അതെ, മണ്ടരി വായിച്ച തെങ്ങിന് വളമിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇയാളെ കളിയാക്കൽ കൂടുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇയാളെ ഒരുമിച്ച് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞത്. എനിക്കും പറ്റത്തില്ല. ഒരു കാര്യം, നിങ്ങളിപ്പോ ഒരു കുടുംബമല്ലേ, നിങ്ങൾ കുടുംബത്തിൽ നിന്ന് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, സഹോദരങ്ങളുണ്ട്, ഇവരെല്ലാം നോക്കിയിട്ടില്ല കല്യാണം കഴിച്ചത്. അതെ, ഇവിടെ നല്ല കുടുംബമൊന്നുമില്ല,
മോശപ്പെട്ട കുടുംബമാണ് പക്ഷെ ഇവളൊരു ചേച്ചിയുണ്ട് നല്ലൊരു സ്ത്രീയാണ് അവള് കാരണം രണ്ടുപേർക്കാണ് ഗൾഫിൽ ജോലി സിന്ധു, കിട്ടിയത്. സിന്ധു, അത് നല്ല അതെങ്ങനെ കാര്യം. സമ്മതിച്ചല്ലോ? എന്റെ ചേച്ചി സിന്ധു, ആ, ഇത് എങ്ങനെയാ അതൊക്കെ നല്ല കാര്യം ചെയ്യാം. എങ്ങനെ ജോലി കിട്ടിയത്? ഇവളെ ചേച്ചി ഒന്ന് ഛർദ്ദിച്ചപ്പോ രണ്ടുപേർ ഗൾഫിലോട്ട് നാട് വിട്ടു. ഇതാണ് ഇയാളെ കുഴപ്പം. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് സത്യം പറഞ്ഞ മനുഷ്യനെ. ഉള്ള കാര്യം തന്നെ ഞാൻ പറയണം. ഇതാണ് ഞങ്ങൾ പിരിയാനുള്ള കാരണം. ഞാൻ പറയട്ടെ. ഇതാണ് ഞങ്ങൾ പിരിയാനുള്ള ദേ, കാരണം. ദേ, ദേ, വീടല്ല ഇത് കോടതിയാണ്. സാർ, സാർ, ഓക്കേ. പറയൂ. സാർ, You can produce and control. അല്ല, മറ്റേ proceed. പോടി സാർ. Yes, ഞങ്ങൾ പിരിയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോ ഇയാൾക്ക് എന്നോട് ഒരു അകൽച്ച. എനിക്ക് രണ്ടാമത്തെ കുട്ടി ജനിച്ചപ്പോ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ഈ കാലം എന്നോട് ഇഷ്ടമില്ലാന്ന്. അങ്ങനെ ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്ത് 2 വർഷം ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്ന്. നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? 3. അതല്ല, അത് കണക്കങ്ങനെ ശരിയാവും. നിങ്ങൾക്ക് 2 മക്കളെ ഉള്ളൂ. പിന്നെ കണക്കങ്ങനെ ശരിയാവും. അല്ല, ഇടയ്ക്ക് ഞങ്ങൾ ഈ വക്കീൽ ഞങ്ങൾ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു. ഞാൻ വിളിച്ചായിരുന്നു. അന്ന് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഇതാണ് അവളെ സ്വഭാവം. മറ്റേ റൂമൊക്കെ എടുത്ത് ബിരിയാണി കഴിച്ചേ ഞാൻ ഒന്ന് അടിച്ച് ഫിറ്റായി പോയി ഞാൻ. മനുഷ്യനെ, എനിക്ക് നിങ്ങളെ ജീവിച്ച് മതിയായി. എനിക്ക് ജീവിച്ചു മതിയായി. ഉള്ള കാര്യം തുറന്നു പറയാ, എന്നെ തൂക്കി കൊല്ലണം. ഉള്ള കാര്യം പറയാം, എന്നെ തൂക്കി കൊല്ലണം. നിങ്ങൾക്കോ? എന്നെ തൂക്കിക്കൊള്ളണം സാറേ. എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇവിടെ അടുത്ത്. സത്യം സീരിയസ് ആയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് ജീവിക്കാൻ എന്നെ തൂക്കി കൊല്ലണം. അയ്യ ജീവിക്കാൻ പറ്റുന്ന എന്താ? നീ പോടി. നീ പോടിയെന്നാ എന്റെ സ്വഭാവം മാറ്റിക്കരുത്. നീ പോടാ. എപ്പടി വാപ്പിളച്ച് വ്ളാത്താങ്കര റഡാപ്സ് ഡുപ്ലിക്കേറ്റ് ജാമ്പ എന്റെ അടുത്ത് കളിക്കാൻ നിങ്ങൾ ഇന്ന് ഞാൻ മണ്ണിൽ നിன்ற കാതലன்றே யாரு வாழ்தல் கூடுமோ എന്നും കൊണ്ടും You can proceed. ഞാൻ എന്തോന്ന് പ്രൊസീജ് എന്തായാലും പറ. എനിക്ക് ജീവിക്കണ്ട. എന്നെ തൂക്കി ഒന്നേ പറ്റുള്ളൂ. അല്ല, ഇപ്പൊ നിങ്ങൾ പരസ്പരം അടിപിടിയ സ്ഥിതിക്ക് മനസ്സിലായി നിങ്ങളുടെ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന്. നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ ഇല്ല, പറ്റില്ല. നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ താല്പര്യമില്ല. ഇല്ല, എന്നെ തൂക്കി കൊല്ലണം. ശരി, എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല. ഓക്കെ. ലോഡ് ഇവിടെ 3 കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ട് വിളിക്കാൻ വേണ്ടി അവിടെ അതെ 3 കുഞ്ഞുങ്ങളെ വിളിക്കും ഇങ്ങോട്ട്. ആ 3 നിങ്ങളുടെ മക്കൾ 3 കുഞ്ഞുങ്ങളെ ഹാജരാക്കും. വന്നിട്ട് ആ വന്നിട്ട് മക്കൾ വരും. ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവരും. നിങ്ങളെ കുഞ്ഞുങ്ങളല്ലേ? അതെ അല്ലേ? അതെ സാർ, അത് നിങ്ങളുടെ മകനല്ലേ? അതേ മകനാണ്. നിങ്ങളൊരു അമ്മയല്ലേ? അതെ അത് നിങ്ങളുടെ ഭർത്താവല്ലേ? അതെ. കുറച്ചൊക്കെ വിട്ടുവീഴ്ചകളാണ് ജീവിതത്തിൽ. ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ പിരിയാൻ തോന്നും? അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിച്ചിട്ട് പോലും ഇപ്പോഴത്തുള്ള കുഞ്ഞുങ്ങൾക്ക് സുരക്ഷയില്ല. ഈ കുഞ്ഞുങ്ങളെ കണ്ട് നിങ്ങൾക്ക് പിരിയാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങൾക്കിപ്പോ ഒന്ന് കരയണമെന്നുണ്ടോ? ഒന്ന് പൊട്ടിക്കരയണമെന്നുണ്ടോ? കണ്ടോ നിങ്ങളുടെ ഭർത്താവ് കരയുന്നുണ്ടോ? നിങ്ങളെ കരയണ്ട, നിങ്ങളുടെ ഭർത്താവ് അറിയുന്നു. എനിക്ക് മനസ്സിലാവും. നിങ്ങൾ എനിക്ക് എന്തോന്നു? ഞാനല്ല കരഞ്ഞത്, ഞാനല്ല അവിടെ. അവിടെയാണ് കരഞ്ഞത്. കണ്ടാടോ എത്ര കുറ്റവാളികൾ, എത്ര ക്രിമിനൽസുകളെ ശിക്ഷ വിധിച്ച് ജയിലിലാക്കിയ മനുഷ്യനാണെന്നറിയാം. കുഞ്ഞുങ്ങളെ കണ്ടപ്പോ കരഞ്ഞാണ്. ഈ കുഞ്ഞുങ്ങളെ പിരിയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും? മക്കളെ കല്ലം മനസ്സുള്ളവനെ, എടോ ഇതാണ് സ്ത്രീ. കണ്ടോ, സ്ത്രീ അമ്മയാണ്, ദേവിയാണ്, ക്ഷമാശീലമുള്ളവനാണ്. തനക്കം ആണാണോ? പോയി ചത്തൂടെ തനിക്ക്? സാറേ ഞാനൊരാണല്ലേ സാറേ? ആണുങ്ങൾ അങ്ങനെ കരയോ സാറേ? സാറേ ഇതെന്റെ മക്കളാണ് ഇവര്, ഇതെന്റെ ഭാര്യയാണ്. എനിക്കെന്റെ കുടുംബം വേണം സാറേ. മകളെ, നിങ്ങൾക്ക് അച്ഛനെ വേണോ അമ്മയെ വേണോ? നമുക്ക് രണ്ടുപേരെയും വേണം. സാറേ എന്താ സാറേ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ മനുഷ്യന്മാരൊക്കെ ഭൂമിയിലുണ്ടെങ്കിൽ ഭൂമി സ്വർഗ്ഗായനല്ലേ സാറേ? എടോ വക്കീലേ, ഓ ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ഭൂമിയിലുണ്ടെങ്കിൽ പിന്നെന്തിനാണോ നിയമം? പിന്നെന്തിനാ കോടതി?
അങ്ങനെ നമ്മുടെ കോമിക് റൈഡേഴ്സിൽ നിന്ന് ഒരു അടിപൊളി സ്കിറ്റ് കൂടി കിട്ടിയിരിക്കുകയായിരുന്നു. ഇതിന് അടിപൊളി എന്നല്ല പറയേണ്ടത് അല്ലേ, ഒരു എന്താണ് ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. നമ്മൾ ആദ്യത്തെ രസമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അത് ഫുൾ ഫണ്ണായിരിക്കും എന്ന് വിചാരിച്ചിരുന്ന അവസാനം കഴിഞ്ഞപ്പോഴേക്കും ആകെ മൊത്തം ഇമോഷണൽ ആക്കി കളഞ്ഞു. ഇതിൽ നല്ലൊരു എന്താണ് ഒരുപാട് പേരൊന്ന് ടച്ച് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടാവും ഡെഫിനറ്റായിട്ടും ആ സ്കിറ്റിന്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഓഡിയൻസിന് ഇഷ്ടമായില്ലേ? സൂചേടാ സൂപ്പർ അടിപൊളി സ്കിറ്റ്. സജിപേട, സിംഷ, ജെയിൻ, ഡെനീഷ്, അശ്വതി പറഞ്ഞ പോലെ ലാസ്റ്റ് ആ നമുക്ക് Climax. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേ ഞാൻ അതിലോട്ട് ഇങ്ങനെ മുഴുകിയിട്ട് അറിയാതെ കണ്ണ് ജഡ്ജിയുടെ അടുത്തോട്ടൊന്നും ജഡ്ജി അപ്പോഴും കരഞ്ഞോണ്ടിരിക്കുക അവിടെ. പൊട്ടിക്കറിയ ആ അങ്ങ് പോയി, ആ ഫീലിംഗ് അങ്ങ് പോയി. സൂപ്പർ ആയിരുന്നു, അടിപൊളി. ഒരുപാട് താങ്ക്സ്. ചേട്ടാ പറഞ്ഞ പോലെ തന്നെ അടിപൊളി സ്കിറ്റായിരുന്നു, നല്ല രീതിയിൽ. എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം സത്യം പറഞ്ഞ എൻ്റെ കണ്ണ് നിറഞ്ഞു. നമ്മൾ ആ കഥയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ചെറുതായിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. പ്രത്യേകിച്ച് കുട്ടികളെ കാണുമ്പോൾ പിള്ളേരുടെ വന്നപ്പോൾ അങ്ങനെ സംഭവം വന്നിട്ട് ഞാൻ ബാക്കിലോട്ട് പറഞ്ഞ പോലെ നോക്കിപ്പോൾ ഞാൻ പിന്നെ അവനെ വിളിച്ച് നമ്മുടെ ഡെനീഷിനെ വിളിച്ച് കാണിച്ചു. പിന്നെ ഞങ്ങൾക്ക് ചിരിയായിരുന്നു. ഇവിടെ ഭയങ്കര അവിടെ കാണത്തില്ല, നമ്മളാരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും എന്ന് വെച്ചാൽ ഇവിടെ ആയിരിക്കും നമ്മുടെ മൊത്തം നമ്മളെ ശ്രദ്ധ. എന്നിട്ട് ബാക്കിലെ എന്നിട്ട് അഭിനയം കണ്ട് ഞാൻ ചിരിച്ച് ഉറക്കെ ചിരിച്ചു പോയി. സത്യം കുട്ടികളായിട്ട് അഭിനയിച്ചത് ഒന്നെൻ്റെ മോള്, ഒന്ന് ജയമാട്ടിൻ്റെ മോള്. ആ കുട്ടി പയ്യൻ എന്ന് പറയുന്നത് നമ്മളെ ഈ കോമഡി മസാലയിൽ മെസ്സിലെ ആഹാരം തരുന്ന പുള്ളിയുടെ മോനാണ്, ജോയി എന്ന് പറയുന്നത്. പുള്ളി കുറച്ച് പിന്നെ ഇപ്പൊ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 8ാം ക്ലാസ്സിലാണ്. ഓട്ടിസം അസുഖം ഉള്ള പുള്ളിക്ക് ആഗ്രഹം പിന്നെ ടി വിയിലുള്ള കോമഡി എല്ലാ പരിപാടിയും കോമഡി കണ്ട് ആസ്വദിക്കുന്ന വ്യക്തിയാണ്, കുട്ടിയാണ്. അപ്പൊ നമുക്ക് കുട്ടികളെയും കൂടെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കാം. അതെ അതെ അതെ. എന്താ മോളുടെ പേര്? ആദിത്യ. മോളുടെ? അലീന. മോന്റെ പേര്? ഫെബിൻ. ഓക്കെ, ഞാൻ ഓർക്കുകയും ചെയ്തു ഇവിടെ കുട്ടികളാണെങ്കിലും സ്റ്റേജിൽ വന്നിട്ട് അവർ പെട്ടെന്ന് നന്നായിട്ട് പെർഫോം ഒക്കെ ചെയ്യണ്ടല്ലോ, അവർ സങ്കടമൊക്കെ അഭിനയിക്കുന്നുണ്ട് നന്നായിട്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഇപ്പോൾ ഓഡിയൻസിന്റെ ഇടയ്ക്ക് നിന്ന് വന്ന കുട്ടികളാണ്, അവർ എത്ര പെട്ടെന്ന് ഇത്ര നന്നായിട്ട് അഭിനയിക്കാനൊക്കെ തുടങ്ങി. ഡയലോഗും പറഞ്ഞു, എന്നിട്ട് ഭയങ്കര ഇമോഷൻസ് ഒക്കെ സങ്കടമൊക്കെ മുഖത്ത് വരുന്നു. ഞാൻ വെച്ചു പിള്ളേർ കൊള്ളാമല്ലോ വിചാരിച്ചു. പിന്നല്ലേ മനസ്സിലായത് ഇതെങ്ങനെ കൊള്ളാതിരിക്കും, ഇവരിങ്ങനെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മുടെ കോമിക് റൈഡേഴ്സിന്റെ പെർഫോമൻസിന്, ഇന്നത്തെ ഈ പെർഫോമൻസിന് എത്ര സ്റ്റാർസ് ആണ് കൊടുക്കുന്നത് എന്നത് നമുക്ക് നമ്മുടെ ഓഡിയൻസിനോട് ചോദിക്കാം. എത്ര സ്റ്റാർസ്? യെസ്, അപ്പൊ 4 ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസിന് 4 സ്റ്റാർസ് ആണ്. ഇവർക്ക് ആ സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് നെൽസൺ ചേട്ടൻ ആൻഡ് സുധി ചേട്ടൻ പ്ലീസ്. അടുത്തതായിട്ടൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് വേദിയിലേക്ക് എത്തുന്നു ബിജു ബാഹുലേയൻ. ബിജു ബാഹുലേയൻ എവിടുന്ന് വരുന്നു? സ്ഥലം എവിടെയാണ്? ഞാൻ എടപ്പഴിഞ്ഞി തിരുവനന്തപുരത്ത് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്ത് സ്പെഷ്യൽ പെർഫോമൻസ് ആണ് ചെയ്യുന്നത്? സ്റ്റേജിൽ ചെയ്യുന്ന ഐറ്റംസ് ചെയ്യാം. എന്തൊക്കെയാ സ്റ്റേജിൽ ചെയ്യാറെന്ന് പറയൂ. വോയിസുകളാണ്. ഓക്കെ, സ്റ്റാർസിന്റെ വോയിസ് ആണോ? അതെ. അതോ? ഓക്കെ, ആദ്യമായിട്ട് ചെയ്യുന്നത് മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകൻ ശ്രീമാൻ ലാൽ ജോസിന്റെ ശബ്ദത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. വെരി ഗുഡ്. ഓക്കെ, അതായത് മീശമാധവൻ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം എൻ്റെ മറ്റൊരു ബമ്പർ ചിത്രം ഉണ്ടായിരുന്നു, നീലത്താമരയുടെ വിജയത്തിന് ശേഷം അതിൻ്റെ 2ഉം 3ഉം ഭാഗങ്ങൾ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചിത്രങ്ങളുടെ പേര് വെള്ളത്താമര, കറുത്ത താമര, പച്ചത്താമര, വയലറ്റ് താമര, അങ്ങനെ ലോകത്തുള്ള എല്ലാ താമരകളുടെ കഥയും ഞാൻ പറയാം. അതുമാത്രമല്ല, തമിഴിൽ സൂപ്പർ ഹിറ്റായ ധനുഷിൻ്റെ പഠിക്കാത്തവൻ എന്ന ചിത്രം ഞാൻ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുന്നു. ചിത്രം മലയാളത്തിലേക്ക് വരുമ്പോൾ കുളിക്കാത്തവൻ എന്നാണ്. അപ്പോൾ എല്ലാവരും കാണുക. നന്ദി, നമസ്കാരം. താങ്ക് യു. നിരവധി കോമഡി വേഷങ്ങൾ നമ്മൾക്ക് സംഭാവന ചെയ്ത് നമ്മളെ വിട്ടു പിരിഞ്ഞ ശ്രീമതി ഫിലോമിന. എടവക്കട വെടുതിന്റെ അമ്മയുടെ നെഞ്ചത്ത് നിനക്കറിയോ 500 ഭാര്യ 5 പെറ്റപ്പോ ഞാനും പെറ്റട പോത്. പക്ഷെ 500 ജനിച്ചത് ആണുങ്ങളും ഇവിടെ ജനിച്ചത് ആണും പെണ്ണി കെട്ടവന്മാര് പോടെ തെണ്ടി അവിടുന്ന്. അടുത്തത് മാജിക് ലോകത്തെ മുടിചൂടാമനായ ശ്രീമാൻ ഗോപിനാഥ് മുതുകാട്.
ആദ്യമായി ഈ മാജിക് എന്ന് പറയുമ്പോൾ അങ്കിൾ പറയുമ്പോൾ വിഷ്ണുമോൻ അവിടെ ഉള്ള 3 പെട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് മോൻ്റെ കയ്യിലുള്ള 500 രൂപയുടെ നോട്ട് അങ്കിൾ പറയുമ്പോൾ ആ പെട്ടിക്കകത്തിടുക. റൈറ്റ്. എന്നിട്ട് മോൻ അല്പസമയം കണ്ണടച്ചിരിക്കുക. പിന്നെ മോൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഒഴിഞ്ഞ പെട്ടിയാണ്. ആ സമയം കൊണ്ട് 500 രൂപയുമായി അങ്കിൾ വീട്ടിലെത്തി കാണും. ദിസ് ഈസ് അടിച്ചുമാറ്റൽ മാജിക് വാനിഷിംഗ് എന്ന് പറയും. താങ്ക് യു. ഓക്കെ, ഇനി നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം ഒരു പാട്ടുമായിട്ട് എത്തുകയാണ്. ഓക്കെ, പൂമരം എന്ന സിനിമയിലെ ഗാനമാണ്. പൂമരത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനവുമായിട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഓക്കെ, ഞാനും എൻ്റെ ആളും അതൊരു 40 പേരും കൂടെ ചേർന്നിട്ട് പൂമരം കൊണ്ട് ഒരു വലിയ ഒരു കപ്പൽ ഉണ്ടാക്കി. ഞാൻ നോക്കിയപ്പോൾ ഒരു കുപ്പായക്കാരി സാരിയൊക്കെ ഉടുത്ത് അങ്ങനെ നിൽക്കുക. ഞാൻ നൈസായിട്ട് അവളെ ഒന്ന് നോക്കി. അവൾ എന്നെ നോക്കി പങ്കായം പൊക്കി. പിന്നെ ദൈവം തമ്പുരാനാണ് ഞാൻ പോലും അറിഞ്ഞുകൂടാതെ ആ 40 പേര് ചന്ന ഭിന്ന അവളെ നോക്കി. അവസാനം റിസൾട്ട് വന്നപ്പോൾ പൂമരവും ഇല്ല, കപ്പലും ഇല്ല, സർക്കാരും ഇല്ല. ഓക്കെ, അടുത്തത് ഒരു വാർത്തയാണ്. വാർത്ത ആരാ വായിക്കുന്നത്? നമ്മുടെ അഭിനയ ചക്രവർത്തിയായിരുന്ന ശ്രീമാൻ സത്യനേശൻ നാടായിരുന്നു സത്യൻ സാർ. ഓക്കെ, സത്യൻ സാറാണ് അദ്ദേഹത്തിന്റെ ശൈലിയിൽ ഒരു വാർത്ത. ഓക്കെ, നമസ്കാരം. പ്രധാന വാർത്തകളും മറ്റും വായിക്കുന്നത് കറുത്തമ്മയുടെ 2ാമത്തെ മാപ്പിള പളനി. 25 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി കുട്ടപ്പൻ എന്ന മലയാളി ഗിന്നസ് ബുക്കിൽ പേരെടുത്തു. ശവസംസ്കാരം നാളെ വീട്ടുവളപ്പിൽ നടക്കും. പ്രശസ്തമായ അമ്മത്തൊട്ടിലിൽ ഒരു കുട്ടി കൂടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. 68 വയസ്സുള്ള കൃഷ്ണൻകുട്ടിയാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കിളവന് രാരീരാരോ പാടാൻ പാവപ്പെട്ട അമ്മച്ചിമാർ പെടാപ്പാടുപെടുന്നു. കുപ്രസിദ്ധ ഗുണ്ട നട്ട് രാജൻ പോലീസ് പിടിയിലായി. കൊച്ചുകുട്ടികളുടെ കയ്യിൽ നിന്നും ഊത്ത്, പീപ്പി, സ്ലേറ്റ്, റബ്ബർ വെച്ച പെൻസിൽ, നക്കിയ ലോലിപോപ്പ് എന്നിവ അടിച്ചു മാറ്റുന്ന ഒരു വിദഗ്ധനായിരുന്നു ഇയാൾ. ഇപ്പോൾ കിട്ടിയ ബ്രേക്കിംഗ് ന്യൂസ്. 11 kV ലൈനിൽ തൂങ്ങി പ്രകടനം കാഴ്ചവെക്കുകയും പ്ലക്കിൽ നാക്കുകൊണ്ട് നക്കി അഭ്യാസ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത കറണ്ട് തങ്കപ്പൻ ഇന്നലെ ടോർച്ചിൽ നിന്നും ബാറ്ററി മാറ്റവേ ഷോക്കേറ്റ് വെന്ത് പെടഞ്ഞ് മരിച്ചു. തമിഴിലെ ഇളയ ദളപതി വിജയുടെ വേട്ടക്കാരൻ എന്ന ചിത്രം മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുന്നു. സന്തോഷ് പണ്ഡിറ്റ് നായകനാകുന്ന ചിത്രത്തിൻ്റെ പേര് വേട്ടാവളിയൻ എന്നാക്കി. അടുത്തതായി സ്പോർട്സ് വാർത്തകൾ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഇന്നലെ നടന്ന ഏകദിന മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. കളി കാണാൻ വന്ന ഋഷ്യശൃംഖനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമ്പെയ്ത്ത് മത്സരത്തിൽ ഇന്ത്യൻ താരത്തിന് സ്വർണം നഷ്ടമായി. റഫറിക്ക് ഒരു കണ്ണും. അതേസമയം നടന്ന നീന്തൽ മത്സരത്തിൽ കേരളത്തിൽ നിന്ന് പോയ ഇതിഹാസ നീന്തൽ താരം രാജൻ ആദ്യ റൗണ്ടിൽ തന്നെ മുങ്ങി മരിച്ചു. അതോടുകൂടി നദി വൃത്തികെട്ട വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞോ? അടുത്തത് നമ്മുടെ മലയാള സിനിമയിലെ സുന്ദരനായ വില്ലനായിരുന്നു ശ്രീ KP ഉമ്മർ. ഓക്കെ, മോളെ അശ്വതി, വേണ്ടായിരുന്നു. ഞാൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നീയൊന്നും എൻ്റെ അടുത്ത് വന്ന് നിൽക്കില്ലായിരുന്നു, അഹങ്കാരി. ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഞാനൊരു മനോഹരമായ ഡയലോഗ് അങ്ങ് വെച്ച് കാച്ചാം. ഇരവഴിഞ്ഞി പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചനമാല, അവളുടെ അമ്മ, അവളുടെ കുഞ്ഞമ്മ, അവളുടെ വല്യമ്മ എല്ലാം ഈ മൊയ്തീനുള്ളതാണ്. മൊയ്തീന് മാത്രം വാക്കാണ് ഏറ്റവും വലിയ സത്യം, ഇരുട്ട് വാക്ക്. അടുത്തത് നമ്മുടെ ഫോണ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ശബ്ദമുണ്ടല്ലോ, ഇങ്ങനെയല്ലേ ശബ്ദം? അപ്പോൾ മലയാള സിനിമയിലെ ചില രാഷ്ട്രീയത്തിലെ ആയാലും ചില താരങ്ങളുടെ ശബ്ദത്തിൻ്റെ ഫോണിൻ്റെ ശബ്ദം അവരുടെ അതേ ശബ്ദത്തിലായിരിക്കും. നമുക്ക് ഉമ്മൻചാണ്ടിയുടെ ഫോണിൻ്റെ വൈബ്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ പോകും. നമ്മുടെ അച്യുതാനന്ദ സാർ, അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് വരുന്ന അച്യുതാനന്ദ സാറിൻ്റെ ശബ്ദം, ഫോണിൻ്റെ വൈബ്രേഷൻ്റെ ശബ്ദം.
ഇങ്ങനെയായിരിക്കും. അടുത്തത് നമ്മുടെ മുൻ കേന്ദ്രമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീമാൻ AK ആൻ്റണി സാറിൻ്റെ ഫോണിൻ്റെ ശബ്ദം. അത് വളരെ ശ്രദ്ധിച്ചാലേ നമുക്ക് കേൾക്കാൻ പറ്റും. ഇങ്ങനെ പോകും. അടുത്ത നമ്മുടെ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീറിൻ്റെ ഫോണിൻ്റെ വൈബ്രേഷൻ നോക്കാം. ആഷിർ 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 ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രയേ ഉള്ളൂ. തൽക്കാലത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ബിജു കുറേ ചിരിപ്പിച്ചു. അതെ, സ്റ്റാർസിന്റെ ശബ്ദത്തിനെ കഴിഞ്ഞും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന വാർത്ത വായിച്ചതാണ്. വാർത്തക്കകത്ത് ഒരുപാട് ഹ്യൂമർ ഉണ്ടായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. എന്നാലും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ബിജു. എങ്ങനെയുണ്ടായിരുന്നു? എൻജോയ് ചെയ്തോ സുചേട്ടാ? എനിക്കറിയാം, ബിജുവിനെ പണ്ട് തൊട്ടേ അറിയാം. സാധ്യ ആർട്ടിസ്റ്റ് അല്ലേ. ഉഗ്രം പെർഫോമൻസ് ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു, സൂപ്പർ വോയിസ് എല്ലാം നന്നായിരുന്നു. ഒരു സ്കിറ്റ് കണ്ട ഫീലിംഗ് അല്ലേ? ഒരുപാട് ചിരിച്ചു, ഒരുപാട്. ഞാൻ പറയാനിരിക്കുന്ന എല്ലാം കയറി പറയാതെ. അത് ശരി, വേറെ എന്ത് പറയാൻ. നന്നായിരുന്നു ബിജു, സൂപ്പർ. താങ്ക്സ്. നന്നായിരുന്നു. അതെ, ചിരിച്ചെന്ന് നല്ലപോലെ ചിരിച്ചു. സ്കിറ്റ് കാണുന്ന പോലുള്ള ചിരിയായിരുന്നു എല്ലാവരും തന്നെ, നമ്മൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ. നല്ല രസമായിരുന്നു. വാർത്തയാണ് സ്കോർ ചെയ്തത്, അടിപൊളിയായിരുന്നു. അപ്പോൾ എനിക്ക് നിരവധി സംസ്ഥാന പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ അമൃത TV വന്ന് ഒരു കോമഡി മസാല എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് അഭിമാനവും സന്തോഷവുമുണ്ട്. താങ്ക് യു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ബിജുവിനെ പോലെ ഒരു നല്ല ആർട്ടിസ്റ്റിനെ ഈ സ്റ്റേജിലൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. വീണ്ടും കാണാം. ചേട്ടാ, അടുത്ത് റോപ്പ് ഡാൻസ് ആണോ? കയറിട്ട് തരും. റോപ്പ് ഡാൻസ് കളിക്കാൻ. എന്നെ കണ്ട റോപ്പ് ഡാൻസ് കളിക്കുന്ന ആളാണെന്ന് തോന്നുമോ? നിങ്ങളെ കണ്ടാ പറയത്തില്ല. അതല്ല, നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും ആണോ കളിക്കുന്നത്? നിങ്ങൾ ഒന്ന് സഹായിക്കും. ആര് കളിക്കുന്നു? ഞാൻ റോപ്പ് ഡാൻസ് കളിക്കാൻ വന്നാൽ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അപ്പൊ നിങ്ങൾ എന്റെ പപ്പയെ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ മൈക്കിൾ ജാക്സൺ എന്ന് വിളിച്ചാണല്ലോ. പപ്പയെ കൊണ്ട് നിർത്ത്, ഞങ്ങൾ നോക്കട്ടെ എങ്ങനെ എന്തിരി ജാക്സൺ വിളിക്കണമെന്ന്. എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മരിക്കാൻ വന്നതാണ്. ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് ആത്മഹത്യ ചെയ്യാൻ വന്നതാണ്. അത് ഇവിടെയാണോ സ്ഥലം? ഇവിടെ ആകുമ്പോ ക്യാമറ ഒക്കെ ഉണ്ടല്ലോ. ഞാൻ മരിക്കുന്നത് TV-യിൽ കാണിക്കുമ്പോ ഞാൻ സെലിബ്രിറ്റി അല്ലേ? ഞാൻ ഒരു സെലിബ്രിറ്റി ആകില്ല. ഒന്ന് മരിക്കുമ്പോ തന്നെ ഒന്ന് പ്രശസ്തനാകാമല്ലോ. മനുഷ്യൻ ഇയാള് മരിക്കുന്നത് ഇടാനിരിക്കേണ്ടി ഞങ്ങൾ ഇവിടെ. അല്ല, കാണിച്ചാ ഞാൻ പ്രശസ്തനാകുമല്ലോ. അങ്ങനെ കാണിക്കോ? ഞങ്ങള് ചത്ത് കിടന്നാലും ചമ്മഞ്ഞ് കിടക്കണമെന്നാണല്ലോ. ചമ്മഞ്ഞ് ഇയാൾ ഇവിടുത്തെ പോയാണ്. ഇവിടെ വേറെ എവിടെയെങ്കിലും പോയി ചാവാൻ നോക്ക്. ഇവിടെ ചാവാതെ ട്രെയിനിന്റെ അടിയിലൊക്കെ ഞാൻ ചാവാൻ പോയതാണ്. ഒന്നും നടന്നില്ലെന്ന്. അതെന്താ? ഞാൻ ട്രെയിനിന്റെ മുമ്പിൽ ചാടാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് ഈ ട്രെയിൻ 1 മണിക്കൂർ ലേറ്റ്. 1 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യാറുണ്ട്. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ധൃതിയില്ലല്ലോ, അപ്പൊ മരിച്ചാ പോരെ, അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അല്ല, 1 മണിക്കൂർ ലേറ്റാന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അനൗൺസ്മെന്റ് കേട്ടപ്പോഴത്തേക്ക് ഞാൻ എന്തോ വിചാരിച്ചു. അപ്പൊ അതുവഴി ഒരു ലോട്ടറിക്കാരൻ പോയി. ഞാൻ അവിടെ നിന്ന് ഒരു ലോട്ടറി എടുത്തു. ലോട്ടറി എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ബോധോദയം ഉണ്ടായത്. ഇതങ്ങാനും അടിച്ചാലോ? പിറ്റേ ദിവസമാണ് ഇതിന്റെ റിസൾട്ട് വരുന്നത്. ആ പിറ്റേ ദിവസം ഞാനിത് ഈ ലോട്ടറി എനിക്ക് ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ചത്തുപോയാൽ നാളെ എനിക്കത് കിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. ഒരു ദിവസം കൂടി ഞാൻ വെയിറ്റ് ചെയ്തു. റിസൾട്ട് നോക്കിയപ്പോ 40 രൂപ പോയി. ഇല്ല. ആ വിഷമത്തിൽ വീണ്ടും ഞാൻ റെയിൽവേ ട്രാക്കിന്റെ അവിടെ വന്നു. റെയിൽവേ ട്രാക്കിന്റെ മുകളിൽ ഇതില്ലേ, ഓവർ ബ്രിഡ്ജില്ലേ, അതിന്റെ അടിയിൽ വന്ന് കിടന്നു. ട്രെയിൻ നേരത്തെ പോയി, ഞാൻ 1 മണിക്കൂർ ലേറ്റ്. പിന്നെ ഞാൻ വിചാരിച്ചത് ഈ ഓവർ ബ്രിഡ്ജിന്റെ പിറ്റേ ദിവസം ഓവർ ബ്രിഡ്ജിന്റെ മണ്ടക്ക് കയറിയിട്ട് അപ്പൊ താഴെയുള്ള ഇങ്ങനെ പാളം ഇങ്ങനെ തുരുതുര കിടക്കുകയാണ്. അപ്പൊ മേളിൽ കയറി ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ രക്ഷിക്കണേ എന്നും പറഞ്ഞ് ട്രെയിൻ വരുന്ന സമയത്ത് എടുത്തൊരു ചാടി വീണത് വേറെ ട്രാക്കില. അവരിൽ അവിടെ വന്നപ്പോഴത്തേക്ക് ട്രെയിൻ വളച്ച് വേറെ ട്രാക്കിൽ കയറ്റി. എന്റെ കൈയും കാലും എല്ലാം ഒടിഞ്ഞു. അത് നിങ്ങൾ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ചാടിയോണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് വീണേനെ, വീണേനെ. അപ്പം ഞാൻ ദൈവമേ എന്ന് വിളിച്ചതാണ് പ്രശ്നമായി. രക്ഷിക്കണേ എന്ന് പറഞ്ഞ ദൈവം കേട്ടു. അതാണ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ചേട്ടൻ ഒരു കാര്യം ചെയ്താൽ മതി, കറക്റ്റ് ആ പാളത്തിൽ പോയി തല വെച്ചാൽ കിടന്നാൽ മതിയായിരുന്നു. എപ്പോഴെങ്കിലും ട്രെയിൻ വരുമല്ലോ. അശ്വതി, അതെ, ഈ തല വെക്കുന്നതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്.
എനിക്ക് തലേണയില്ലാതെ ഉറക്കം വരത്തില്ല. ഉറങ്ങാനല്ലോ പറഞ്ഞത്, തലയെ കൂടെ വെച്ച് അല്ല, കൊടുക്കാനല്ലേ ഞാൻ അവിടെ കിടന്നതാണ്. കിടന്നപ്പോ ഈ പാളത്തിനകത്തുനിന്നുള്ള അസഹനീയമായ സൗണ്ട് ഈ മസ്തിഷ്കത്തിലേക്ക് തുളച്ചു കയറുന്നു. അപ്പൊ ഞാനത് വല്ലാത്തൊരു വിഭ്രഞ്ജനം, ഞാൻ എണ്ണീച്ചങ്ങ് പോയി. അത് ശരി ശരി. അത് എനിക്കത് പിടിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല, സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെന്ത് ചെയ്ത്? അങ്ങനെ ഈ കൈയും കാലും ഒക്കെ അപ്പൊ നാട്ടുകാർ പിടിച്ചെന്നെ തല്ലി. ഇനി ഇത് ചോദിക്കട്ടെ, ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാണുമല്ലോ, ചേട്ടൻ എന്താ എത്രമാത്രം പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? പറയേ. ഞാൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അതെ. ഞാൻ ചെയ്യുന്ന ബിസിനസ് എല്ലാം പൊളിഞ്ഞു പോവാന്ന്. ബിസിനസ് പൊളി. എന്ത് എന്ത് എങ്ങനെ? അതെന്താണ് ബിസിനസ്സാണ് ചെയ്തത്? ഞാൻ ആദ്യം ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞ ജാതി തൈ ഇല്ലേ, ജാതി തൈ. വീട്ടുവളപ്പിലെല്ലാം ഞാൻ ജാതി തൈ വെച്ച് പിടിപ്പിച്ചു. നല്ലതാണല്ലോ, നല്ലതല്ലേ? നല്ലതല്ലേ? അത് നല്ലതല്ലേ? നല്ലത്. എന്നിട്ട് അത് ഒരു പരുവായി വന്നപ്പോഴത്തേക്കും അവിടെ കുറെ സാമൂഹ്യ പ്രവർത്തകർ വന്നിട്ട് പറയാ, നീ ജാതി വളർത്തി വർഗീയത ഉണ്ടാക്കൂടാ എന്നും പറഞ്ഞ് അവര് ജാതി തൈയെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അവരെന്നെ ഊടുപാടി തല്ലി. അവരും തല്ലി. എനിക്ക് അങ്ങനെ എന്റെ ഇവിടൊക്കെ പൊട്ടി. അങ്ങനെ ഞാൻ ഒരു വൈദ്യരെ കാണാൻ ചെന്നു. വൈദ്യരെ കാണാൻ ചെന്നപ്പം ഞാൻ പറഞ്ഞു, ഇത് ഒന്ന് എങ്ങനെയും ഒന്ന് സുഖമാക്കി തരണമെന്ന് പറഞ്ഞു. പുള്ളി ഒരൊറ്റ ചിരിയാണ്. ചിരി പറയാ, ഇതൊക്കെ ഈ നൈസ് കേസുമായിട്ട് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, അതെന്താണ് വൈദ്യരെ? മോനെ, ഇച്ചിരി കമ്മ്യൂണിസ്റ്റ് പച്ചയെടുത്ത് ഞെരടി ഇങ്ങനെ കസക്കിയിട്ട് അതിന്റെ ചാറെടുത്ത് ഈ മുറിവിൽ ഒഴിച്ചിരുന്നെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോന്നെ. അപ്പോഴാണ് എനിക്ക് കത്തിയത്. അത് കൊള്ളാം, കമ്മ്യൂണിസ്റ്റ് പച്ച നല്ലൊരു ബിസിനസ്സാണ്. ഞാൻ ഒരേക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് അവിടെ മൊത്തം കമ്മ്യൂണിസ്റ്റ് പച്ച ഞാൻ വളർത്തി. അപ്പോഴും പ്രശ്നം തീർന്നു. എതിർ പാർട്ടിക്കാർ വന്നിട്ട് അത് വെട്ടിക്കളഞ്ഞിട്ട് നീ ഇവിടെ പാർട്ടി വളർത്തുകൂടാന്നും പറഞ്ഞു അവരും എന്നെ തല്ലി. അവരും എന്നെ തല്ലി. ഇതിപ്പോ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി വന്നിരിക്കല്ലേ. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലോ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ല, അതാണ് പ്രശ്നം. എനിക്ക് വിശ്വാസമില്ല. എനിക്ക് മാത്രമല്ല വിശ്വാസമില്ലാത്തത്. ഞാൻ ആ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഈ സിനിമാക്കാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയരുത്. എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം. എന്താ അനുഭവം? പ്രത്യേകിച്ച് മഞ്ജു വാര്യരെ. ദൈവമേ, അവരാണ് പറഞ്ഞത് ടെറസിന്റെ മുകളിൽ ജൈവ കൃഷി നടത്തും, നല്ല ആദായം കിട്ടുമെന്ന്. എന്താ സത്യം? ഈ വാക്ക് കേട്ടോണ്ട് ഞാൻ കുറെ വിത്തും മേടിച്ച് കുറെ തൈ ഒക്കെ ആയിട്ട് നേരെ മഞ്ജുന്റെ വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ചെന്നപ്പോ സെക്യൂരിറ്റി എന്നെ കയറ്റിവിടുന്നില്ല. അപ്പൊ മഞ്ജു ഇറങ്ങി വന്നു. അവിടെ കലവല ഞങ്ങളുടെ ഈശാഭാഷ ഉണ്ടായി. അപ്പം മഞ്ജു ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു, മഞ്ജു അല്ലേ പറഞ്ഞത് ജൈവ കൃഷി ടെറസിന്റെ മുകളിൽ നടത്താൻ വിജയിക്കും, നല്ല ആദായം കിട്ടുമെന്ന്? അതെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ടെറസ് എവിടെ കാണിച്ചു തരുമോ എന്ന് പറഞ്ഞപ്പോ, ഏത് ടെറസ്? മഞ്ജുന്റെ ടെറസ് എവിടെ, അത് കാണിക്കും, ഞാൻ അവിടെയാണ് ഈ കൃഷി ചെയ്യാൻ പോകുന്നത്. അന്നേരം അവര് പറയാണ് എന്നോട്, ഇത് എന്റെ ടെറസിലല്ല നിങ്ങളുടെ ടെറസിലാണ് ഇത് കൃഷി ചെയ്യേണ്ടത്. മഞ്ജുനാണ്, എനിക്ക് ടെറസ് ഉണ്ടോ? കമ്മത്തോടെ 7 എണ്ണം പൊട്ടിയിരിക്കുകയാണ്. ഒരെണ്ണത്തെ തൊട്ടാൽ മൊത്തം പടപടാ പപ്പടം അവിടെ ഞാൻ എങ്ങനെ കൃഷി ചെയ്തു? മഞ്ജു ടെറസ് സമ്മതിക്കണ്ടേ? ചേട്ടാ, അത് എന്റെ ടെറസിലല്ല നിങ്ങളുടെ ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ പറ്റിയില്ലല്ലേ? വിശ്വാസവഞ്ചനയല്ലേ? പറഞ്ഞു പറ്റിച്ചല്ലേ? അവരപ്പോഴേ അടവങ്ങ് മാറ്റി, പ്ലേറ്റ് തിരിച്ചു. അതാണ് വിഷയം. അതാണ് വിഷയം. അതാണ്. അല്ല, ചേട്ടൻ ഒരുപാട് കൃഷിയൊക്കെ ഇപ്പൊ ചെയ്ത് നോക്കി? പിന്നെ ഒരുപാട് കൃഷി ചെയ്ത് നോക്കി. കർഷകശ്രീ വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം കെട്ടി. കിട്ടിയോ? കർഷകശ്രീ കിട്ടിയിട്ടുണ്ടോന്ന്? ഒരു കർഷകശ്രീയെ കെട്ടി, അതിൽ 9 പിള്ളേരുണ്ട്. അത് ഉഗ്ര കൃഷിയായിരുന്നല്ലോ. അതങ്ങ് കണ്ടിന്യൂ ചെയ്തുകൂടായിരുന്നോ? അത് മാത്രമേ ഉള്ളൂ വിജയിച്ച കൃഷി. പച്ചക്കറിയൊക്കെ എന്താണ്? ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ മഞ്ജുവിന്റെ വീട്ടില് ഞാൻ കുറെ വിത്തും തൈയൊക്കെ ആയിട്ട് പോയിട്ടില്ലേ, ദേഷ്യപ്പെട്ട് ഞാൻ മുറ്റത്ത് കൊണ്ട് വലിച്ചു വാരി എറിഞ്ഞു. അവിടെ കിടന്ന് കളിച്ചത്. പക്ഷെ ഇതൊരു നല്ല പരിപാടി കേട്ടോ. അത് നല്ല ഇതെല്ലാം ഞാൻ ജൈവ വളം ഉപയോഗിച്ച് കൃഷി ചെയ്തു. ജൈവവളം. ചീഞ്ഞത് വല്ലതും ഉണ്ടോ? ഏത് ചീഞ്ഞത് വല്ലതും ഉണ്ടോ അതിനകത്ത്? ചീഞ്ഞതോ? ഇതെന്താ വൃത്തിയാണോ പറയുന്നത്? ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഇത് ജൈവവളം ഉപയോഗിച്ചെടുത്ത പച്ചക്കറിയാണിത്. ഇത് ചീഞ്ഞ ഞാൻ ചാകാൻ നടക്കുവാണെങ്കിൽ ഒരുത്തരെ കൊല്ലാൻ ഞാൻ നടക്കല്ല. നിങ്ങൾ ഇതിന് ദേഷിക്കുന്നതിനാണ് പിന്നെ അങ്ങനെ നിങ്ങൾ നമ്മളിപ്പോ ഇത് അതിന് ഒരു മരുന്ന് ചീഞ്ഞതാണെങ്കിൽ അത് വെച്ചിട്ട് മരുന്നുണ്ടാക്കാൻ പറയേണ്ടത്. അങ്ങനല്ല, അത് ചീഞ്ഞതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് മരുന്നുണ്ടാക്കായിരുന്നു. അതുകൊണ്ട് ചീഞ്ഞതേ അത് പറ്റൂ. അതുകൊണ്ടാണ് ചീഞ്ഞ മലക്കറി തന്നെ വേണം ആ മരുന്നുണ്ടാക്കാൻ. ഫ്രഷ് ആയിട്ടിരിക്കുന്നത് പറ്റത്തില്ല. അതുകൊണ്ടാണ്. ശരി, മരുന്നിന് വേണ്ടിയായിരുന്നു. മരുന്നിന് വേണ്ടിയായിരുന്നു. അങ്ങനാണെങ്കിൽ അത് ചീഞ്ഞാണോ? അല്ല, ഇത് മാത്രമേ ഉള്ളൂ നല്ലത്, ബാക്കിയെല്ലാം ചീഞ്ഞതാ. അത് ശരി. അപ്പൊ ആ നല്ലത് ഇങ്ങോട്ട് അതറിയാൻ വേണ്ടിയായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നല്ലത് ഇയാൾക്ക് തരാം. വേണേ ഈ ചീഞ്ഞതെടുത്തു. ഭയങ്കര. ഞാൻ നോക്കട്ടെ.
വേറെ എവിടെയെങ്കിലും ചാവാൻ പറ്റിയ സ്ഥലമുണ്ടോ? ആ ഇത് ചാവുന്ന തന്നെ നല്ലത്. അല്ല തന്നെ ഈ പച്ചക്കറി നിന്ന് ഞാൻ ഇനിയാവും. ഇത് മൊത്തം വിഷമാണ്. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. Till then, it's a bye.